ആഭിചാരക്രിയയുടെ മറവിൽ 11-കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച ഷിനുവിനെതിരെ വിവാഹ തട്ടിപ്പ് പരാതിയും. വിവാഹ വാഗ്ദാനം ചെയ്ത് വഞ്ചിച്ചെന്ന് വെളിപ്പെടുത്തി ട്രാൻസ്ജെൻഡർ യുവതി. പണം തട്ടിയെടുത്ത ശേഷം കടന്നുകളഞ്ഞെന്നാണ് മയ്യനാട് സ്വദേശി പറഞ്ഞത്. ഒരു വർഷത്തോളം ഒരുമിച്ചായിരുന്നു ട്രാൻസ്ജെൻഡർ യുവതിയും ഷിനുവും താമസം. ഇതിനിടയിൽ ട്രാൻസ്ജെൻഡറായ യുവതിയുടെ ബന്ധുവായ മറ്റൊരു യുവതിയുമായി ഷിനു കൂടുതലടുത്തു. പിന്നാലെ ട്രാൻസ്ജെൻഡർ യുവതിയുമായി ഷിനു അകന്നു. വീടിനോട് ചേർന്നുള്ള ആശ്രമത്തിൽ ഉഗ്രശക്തിയുള്ള പ്രതിഷ്ഠയാണെന്നും ജനങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം കാണുമെന്നും വിശ്വസിപ്പിച്ച ജനങ്ങളെ തന്റെ വിശ്വാസികളാക്കി മാറ്റുകയായിരുന്നു. ഇങ്ങനെ വിശ്വസിപ്പിച്ച് ലഭിച്ച ലക്ഷക്കണക്കിന് രൂപയുമായി ഷിനു ട്രാൻസ് യുവതിയുടെ ബന്ധുവായ സ്ത്രീക്കൊപ്പം ഒളിച്ചോടുകയായിരുന്നു. എനിക്ക് വിവാഹ വാഗ്ദാനം നൽകി എൻ്റെ സർജറിയൊക്കെ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഒരു സുപ്രഭാതത്തിൽ ഇയാൾ എൻ്റെ മാമൻ്റെ മോളുമായിട്ട് സ്നേഹത്തിലാവുന്നതും ഇവിടുന്ന് ഞങ്ങൾ പറഞ്ഞു വിടുന്നതും. കാര്യം സ്ത്രീ വിഷയം ഉണ്ടെന്ന് നമുക്കറിയില്ലായിരുന്നു. കൊല്ലം കൊട്ടിയം റൂട്ടിൽ ബസ് ഡ്രൈവറായിരുന്നു ഷിനു. പിന്നീട് ഡ്രൈവിംഗ് പരിശീലകനായും ജോലി ചെയ്തു. ഷിനു മുരളീധരൻ എന്ന അപ്പുസ്വാമിയാകാൻ തീരുമാനിച്ചത് പണം സമ്പാദിക്കാനും സ്ത്രീകളെ വശത്താക്കാനുമാണെന്നാണ് പോലീസ് നിഗമനം. ആദ്യ ഭാര്യയുമായി വിവാഹബന്ധം വേർപെടുത്തിയ ശേഷം അപ്പുവെന്ന ഷിനുവിന് നിരവധി സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നു. മയ്യനാട് സ്വദേശിയായ ട്രാൻസ്ജെൻഡർ യുവതിയുടെ വീടിനോട് ചേർന്ന് പണിത ആശ്രമത്തിൽ തമിഴ്നാട്ടിൽ നിന്ന് വിഗ്രഹവും വാങ്ങി പ്രതിഷ്ഠിച്ചു. പിന്നീടാണ് ആഭിചാരങ്ങളിലേക്ക് കടന്നത്. ആടുമാടുകളെയടക്കം ഇവിടെ കുരുതി ചെയ്തു. ആ രക്തക്കറ തന്റെ ശരീരത്തിൽ ഷിനു ഒഴിക്കുമായിരുന്നുവെന്ന് യുവതി വെളിപ്പെടുത്തി. അന്ന് ആടിനെ വിട്ട് കോഴിയെ വിട്ട് നടത്തി പിന്നത്തെ പ്രാവശ്യം നമ്മൾ പറഞ്ഞു ഇത് ഇവിടെ പറ്റത്തില്ലെന്ന്. കാരണം ഇവിടെ ശരിയാവത്തില്ല, നമ്മളെ കുടുംബത്തെ ബാധിക്കും എന്നൊക്കെ പറഞ്ഞു ഇയാൾ ഭീഷണിപ്പെടുത്തി. ഇത് വെട്ടിക്കൊണ്ടിരിക്കുന്നത് വെട്ടിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ ഇവിടെ ദുർമരണങ്ങൾ നടക്കും. യുവതിയുമായി അകന്നതിന് പിന്നാലെയാണ് ഇയാൾ സ്വന്തമായി കൊല്ലം നഗരത്തിൽ ജ്യോതിഷാലയം എന്ന പേരിൽ തട്ടിപ്പാരംഭിച്ചത്. റിപ്പോർട്ടർ, കൊല്ലം.